ഇന്ത്യയിൽ നിന്ന് ഒരു ബുദ്ധ സന്യാസി ചൈനയിലേക്ക് പോകുന്നു. അന്നേ നാൾ വരെ ചൈനയിലുണ്ടായിരുന്ന ബുദ്ധമത വിശ്വാസത്തിൽ അഴിച്ചുപണികൾ നടത്തുന്നു. അവിടെ ധ്യാനമാർഗം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തിനേറെ പറയണം, ബുദ്ധിസത്തിൽ സെൻ ബുദ്ധിസം എന്നൊരു സെക്ഷൻ തന്നെ തുടങ്ങുന്നു. ഇതിനു പുറമെ ഷാവ്ലിൻ കുങ്ഫു എന്ന മാർഷൽ ആർട്സ് ഫോമിൻ്റെ ആദ്യകാല തുടക്കം കുറിച്ചുകൊണ്ട് ഷാവ്ലിൻ ടെമ്പിളിലെ ആദ്യത്തെ മാസ്റ്റർ ആകുന്നു. ഇങ്ങനെ ഒരുപാടാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഒരു ദൈവത്തെ പോലെ കാണുന്ന ഇദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞത് AR മുരുകദാസിൻ്റെ ഏഴാം അറിവ് എന്ന സിനിമയിലൂടെയാണ്. എന്നാൽ ആ സിനിമയ്ക്കും അപ്പുറമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും. ആദ്യത്തെ ഒരു ചോദ്യം, ഒരു തമിഴ്നാട് രാജകുമാരന് എങ്ങനെ ഈ ഒരു പേര് വന്നു, ബോധിധർമ്മൻ എന്ന പേര്? നമുക്ക് കേട്ടു നോക്കാം. ചൈനക്കാർ ധാമോ എന്നും ജപ്പാൻകാർ ധർമ്മ എന്നും അതുപോലെ ലോകം മുഴുവനും ബോധി മാസ്റ്റർ എന്നും വിളിക്കുന്ന സാക്ഷാൽ ബോധിധർമ്മനെക്കുറിച്ച്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലുമായിട്ട് ജീവിച്ചിരുന്ന ബോധിധർമ്മൻ്റെ തുടക്കത്തെക്കുറിച്ച് ഒരുപാട് പേര് പലത് പറയുന്നുണ്ട്. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഒട്ടുമിക്ക എല്ലാ ആളുകളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കമെന്ന്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ പ്രശസ്ത രാജവംശങ്ങളിലൊന്നായ പല്ലവ രാജവംശത്തിലെ സിംഹവർമ്മൻ രണ്ടാമൻ എന്ന രാജാവിൻ്റെ മൂന്നാമത്തെ മകനായിരുന്നു ബോധിധർമ്മൻ. ഇവിടെയാണ് ഒരു ചോദ്യം വരുന്നത്. ഈ ഒരു തമിഴ്നാട്ടിലുള്ള രാജകുമാരൻ എങ്ങനെ ബോധിധർമ്മൻ എന്ന പേര് വീണിരിക്കുന്നു? ഇത് ബുദ്ധമതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണെന്ന് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പല്ലവന്മാർ തങ്ങളുടെ തലസ്ഥാനമായി ഭരിച്ചിരുന്നത് കാഞ്ചീപുരത്തെയായിരുന്നു. ആ കാലഘട്ടത്തിൽ കാഞ്ചീപുരം മഹായാന ബുദ്ധിസത്തിന് വളരെ പ്രശസ്തമായ സ്ഥലമായിരുന്നു. ഈ ബുദ്ധിസത്തിൽ 3 സെക്ഷൻസ് വരുന്നുണ്ട്. ആദ്യമായി തെറവാഡ സെക്ഷൻ, 2 മഹായാന ബുദ്ധിസം, പിന്നെ വജ്രയാന ബുദ്ധിസം. ഇതിൽ മഹായാന ബുദ്ധിസത്തിന് പ്രശസ്തമായ സ്ഥലമായിരുന്നു കാഞ്ചീപുരം. ഇവിടെ ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഉണ്ടായിരുന്നു, പഠിപ്പിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധ പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിരുന്നു. സിംഹവർമ്മൻ രണ്ടാമൻ ഈ ബുദ്ധമതത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സന്തോഷങ്ങളിൽ മാത്രമല്ല, ആന്തരികമായിട്ടുള്ള സന്തോഷങ്ങളിലും സ്പിരിച്വലായിട്ടുള്ള ഗ്രോത്തിലുമെല്ലാം മനുഷ്യർ ഒരുപാട് താല്പര്യം കാണിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു രാജാവും കൂടെയായിരുന്നു സിംഹവർമ്മൻ രണ്ടാമൻ. അപ്പോൾ ബുദ്ധമതത്തിൽ നല്ല വിശ്വാസമുള്ള ആളായതുകൊണ്ട് തന്നെ ഇദ്ദേഹം തൻ്റെ 3 മക്കളെയും ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയുണ്ടായി. ഈ ഗുരുവിൻ്റെ പേരായിരുന്നു പ്രജ്ഞാധര. പ്രജ്ഞാധര എന്ന ഗുരുവിന് കീഴിൽ 3 രാജകുമാരന്മാരും ബുദ്ധിസത്തിൻ്റെ ബേസിക്സിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ മെഡിറ്റേഷൻ പ്രാക്ടീസസ് എല്ലാം ഇവർ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആദ്യം തന്നെ ബോധിധർമ്മനിൽ ഉള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു ഗുരു മനസ്സിലാക്കുകയാണ്. കാരണം ബോധിധർമ്മൻ ഒന്നിലൊതുങ്ങി നിൽക്കുന്ന ഒരാളല്ലായിരുന്നു. അദ്ദേഹത്തിന് എല്ലാം പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അറിവ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നത് കൊണ്ട് തന്നെ സിനിമയിലൊക്കെ കാണിച്ചിരുന്നത് പോലെ പല കഴിവുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആയോധന കലയിൽ ഇദ്ദേഹം ടോപ്പായിരുന്നു എന്നാണ് പറയുന്നത്. നല്ല മെയ്വഴക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെയ്വഴക്കവും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബോധിധർമ്മൻ ഒരുപാട് നേരം ഇരുന്ന് ധ്യാനിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ പ്രജ്ഞാധരയെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനം ബോധിധർമ്മൻ കാണിക്കുകയുണ്ടായി. തൻ്റെ ശിഷ്യരിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ നേരം ബോധിധർമ്മൻ ഇരുന്ന് ധ്യാനിക്കുന്നത് പ്രജ്ഞാധര കണ്ടു. അതുകൂടെ ആയപ്പോൾ പ്രജ്ഞാധര മനസ്സിലാക്കുകയാണ് തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കാൻ പറ്റിയത് ഈ രാജകുമാരനാണ്. കാരണം അത്രത്തോളം സ്പിരിച്വൽ പൊട്ടൻഷ്യലും സ്പിരിച്വൽ ഇൻ്റലിജൻസും എല്ലാം ബോധിധർമ്മനുണ്ട്. പക്ഷെ രാജകുമാരനാണ്. തൻ്റെ കർമ്മങ്ങളിൽ നിന്നും കർത്തവ്യങ്ങളിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് സന്യാസത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. എന്നാൽ ബോധിധർമ്മനെ ആ ഒരു പാതയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സ്വയം അവിടെ നിർമ്മിതമാവുകയായിരുന്നു. ഇവിടെയാണ് പല കാര്യങ്ങൾ പറയുന്നത്. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്: ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കാലം മെഡിറ്റേഷൻ ചെയ്ത് ബോധിധർമ്മന് നേരത്തെ തന്നെ ബോധോദയം കിട്ടി. സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ഫ്യൂച്ചർ ഇതാണെന്ന് മനസ്സിലാക്കി, താൻ ജീവിക്കേണ്ട ജീവിതശൈലി ഇതാണെന്ന് മനസ്സിലാക്കി രാജ്യവും രാജാവിനെയും രാജകുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് മതിയാക്കി പോയെന്ന് പറയുന്നുണ്ട്. മറ്റു ചിലർ പല കഥകൾ പറയുന്നുണ്ട്. നമുക്ക് പ്രജ്ഞാധരയുള്ള കഥ തന്നെ പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ, ബോധിധർമ്മൻ്റെ ആ ഒരു രാജ്യത്തിൽ ഒരു ദുഃഖമുണ്ടായി. ഈ ദുഃഖത്തിൽ നിന്ന് ബോധിധർമ്മൻ മാറി നിന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ധ്യാനിച്ചുകൊണ്ടാണ്. ഈ ഒരു ധ്യാനം ഒരു 1.5 ധ്യാനമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ബോധിധർമ്മൻ ധ്യാനിച്ചത് 1-2 മണിക്കൂറുകളല്ലായിരുന്നു, ദിവസങ്ങളായിരുന്നു.
ഏകദേശം 4-5 ദിവസം ബോധിധർമ്മൻ ഒറ്റ ഇരിപ്പിലിരുന്ന് ധ്യാനിച്ചു എന്ന് പറയുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ബോഡി നല്ല ഫ്ലെക്സിബിളൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഏത് രീതിക്കിരുന്നാലും ദേഹത്തിലെ രക്തയോട്ടം നല്ലതുപോലെ ബോധിധർമ്മന് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും ബോധിധർമ്മന് ഇരിക്കാൻ കഴിയുമായിരുന്നു. തൻ്റെ ശരീരത്തിലും സെൻസസിലും 100% നിയന്ത്രണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തോടുള്ള ആർത്തി, മറ്റ് വികാരങ്ങളെ എല്ലാത്തിനെയും ബോധിധർമ്മന് അടക്കി നിർത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ ആ ഒരു സമയമെത്തി എന്ന് മനസ്സിലായ പ്രജ്ഞാധര ബോധിധർമ്മനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ പിൻഗാമിയായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെയാണ്. ഒരു പുഞ്ചിരിയോടുകൂടി ബോധിധർമ്മൻ പ്രജ്ഞാധരയുടെ മുന്നിൽ വണങ്ങി. പ്രജ്ഞാധര ആ കാലഘട്ടം വരെ പഠിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും ബോധിധർമ്മന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ചിരിയോടുകൂടി ആ രാജകുമാരൻ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. തൻ്റെ കോളിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയ ബോധിധർമ്മൻ രാജ്യത്തെയും രാജപദവിയെയും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ആ ജീവിതത്തെയും ഉപേക്ഷിച്ചിട്ട് ഒരു ബുദ്ധ സന്യാസിയുടെ ജീവിതം സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ പ്രജ്ഞാധര ബോധിധർമ്മനോട് പറഞ്ഞു, നീ ചീനദേശത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, അതായത് ചൈനയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അവിടെ പോയി മഹായാന ബുദ്ധിസത്തെക്കുറിച്ച് നീ പഠിച്ചതും ധ്യാനത്തെക്കുറിച്ച് നീ പഠിച്ചതുമെല്ലാം അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് താല്പര്യമുള്ള ആളുകളെ ഈ പാതയിലേക്ക് നീ കൊണ്ടുവരണം എന്ന് ബോധിധർമ്മനോട് പറഞ്ഞു. ബോധിധർമ്മൻ അത് സ്വീകരിക്കുകയായിരുന്നു. സിനിമയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ ഒരു സമയങ്ങളിലൊക്കെയാണ്. കാരണം സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പോകുന്ന വഴി അദ്ദേഹം ബൗദ്ധമതം സ്വീകരിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ചെറുപ്പം മുതലേ അദ്ദേഹം ബൗദ്ധമത വിശ്വാസിയായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ തന്നെ ഒരു 100% ഒരു ബുദ്ധ സന്യാസിയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങിയ ആളാണ് ബോധിധർമ്മൻ. പിന്നെ മറ്റുള്ള കഴിവുകളൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു ആ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു കാറ്റെടുത്തടിക്കുന്ന പരിപാടി അതെനിക്കറിയത്തില്ല. പക്ഷേ മറ്റുള്ള കഴിവുകളെല്ലാം ബോധിധർമ്മന് ഉണ്ടായിരുന്നു. അങ്ങനെ ബോധിധർമ്മൻ യാത്ര തിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. സിനിമയിൽ കുതിരപ്പുറത്ത് പോയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം സിനിമയുടെ നറേറ്റീവിന് അത് ആവശ്യമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ബോധിധർമ്മൻ കപ്പൽ മാർഗമാണ് പോയത്. കരമാർഗമല്ല പോയത്, കപ്പൽ മാർഗമാണ് പോയത്. കപ്പൽ മാർഗം തായ്ലൻഡിലേക്കെത്തി. തായ്ലൻഡിൽ വെച്ച് ചൈനീസ് ഭാഷ ആദ്യം ബോധിധർമ്മൻ പഠിച്ചു. ഏതൊരു കാര്യവും പെട്ടെന്ന് പഠിക്കാൻ കെൽപ്പും ഇപ്പോൾ ബോധോദയം കിട്ടിയ ഒരാളും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ബോധിധർമ്മന് പഠിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ബോധിധർമ്മൻ ചൈനയിലെ ഓരോ കാര്യങ്ങളും ചൈനീസ് ഭാഷയുമെല്ലാം പഠിച്ചെടുത്തതിന് ശേഷം തായ്ലൻഡിൽ നിന്ന് ചൈനയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ചൈനയിലേക്ക് ഇദ്ദേഹം പോയി ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്വാങ്സു എന്ന സ്ഥലമായിരുന്നു. ഗ്വാങ്സുവിൽ വന്നിറങ്ങിയ ബോധിധർമ്മൻ അവിടെയുള്ള ഹുവാലിൻ ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആദ്യ 3-4 വർഷം ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം താമസിച്ച് ജോലി ചെയ്ത് ആളുകളെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവിടെ സെറ്റിലാവാൻ മറ്റൊരു കാര്യവും കൂടെയുണ്ട്. നമ്മളിപ്പോൾ മലയാളികൾ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ സാധനം കയ്യിലുണ്ടോ എന്ന് വിളിച്ചുകൊണ്ട് മറ്റുള്ള മലയാളികളെ അന്വേഷിക്കുമല്ലോ. അതുപോലെ ഗ്വാങ്സു എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ചില കച്ചവടക്കാർ താമസമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ സെറ്റിലായിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഹുവാലിൻ ടെമ്പിളിൽ ബോധിധർമ്മൻ കഴിഞ്ഞു. ബോധിധർമ്മൻ്റെ പഠിപ്പിക്കുന്ന രീതികളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം അന്നേ കാലഘട്ടം വരെ അവിടെ പഠിപ്പിച്ചിരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ധ്യാനവും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. കാലങ്ങൾക്ക് മുമ്പ് ആളുകൾ എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റേഴ്സിലുള്ള കാര്യങ്ങൾ വായിച്ച് പഠിപ്പിച്ചു കൊടുത്ത് ആ ഒരു റൂൾ ബേസ് ചെയ്ത് ജീവിക്കുക, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക, അങ്ങനത്തെ പരിപാടിയായിരുന്നു. ഈ ഒരു ധ്യാനമാർഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു സംഭവം അന്ന് ചൈനയിൽ എത്തിയിട്ടില്ലായിരുന്നു. അന്നെന്ന് പറയുമ്പോൾ 520 AD. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ബോധിധർമ്മൻ അവിടെ വന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ആ ഒരു ശൈലിയിൽ ബുദ്ധമത വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ശൈലി വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇദ്ദേഹം ഫേമസ് ആവുകയാണ്. അങ്ങനെ സദേൺ ചൈന ഭരിച്ചിരുന്ന ചക്രവർത്തിയായ എംപറർ വു, ഇദ്ദേഹം മഹായാന ബുദ്ധിസത്തിൻ്റെ ഒരു ഭയങ്കര വിശ്വാസിയായിരുന്നു. ഇദ്ദേഹം ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളും ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളും ഷാവ്ലിൻ ടെമ്പിൾസും എല്ലാം പണിതിട്ടുണ്ട്. ബുദ്ധമത വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ബുദ്ധൻ്റെ ടീച്ചിങ്സ് ഉള്ള സ്ക്രിപ്റ്റേഴ്സ് എല്ലാം കോപ്പി എടുത്ത് പല പ്രിൻ്റുകൾ കോപ്പി ചെയ്ത് എടുത്ത് റെഡിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വിശ്വാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. ബോധിധർമ്മൻ്റെ അപ്പിയറൻസും വളരെ വ്യത്യസ്തമായിരുന്നല്ലോ. നമ്മളിപ്പോൾ ഒരു ബുദ്ധ സന്യാസി എന്ന് നോക്കുമ്പോൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപമാണ് ബോധിധർമ്മന്. കയ്യിലൊരു വടിയുണ്ട്, താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്, അങ്ങനൊരു രൂപമാണ്. അപ്പോൾ ഈ ഒരു വടിക്കൊരു കാര്യമുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ബുദ്ധ സന്യാസികളുടെ കയ്യിൽ നമ്മൾ ഈ വടി കണ്ടിട്ടില്ല. പക്ഷേ ബോധിധർമ്മൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ബോധിധർമ്മൻ ഈ ഒരു വടിയൊക്കെ ആയിട്ട് നീലക്കണ്ണുള്ള ഒരാൾ, ബ്ലൂ ഐഡ് ബാർബേറിയൻ എന്ന് ബോധിധർമ്മനെ അഭിസംബോധന ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ട്.
ഈ ബാർബേറിയൻ എന്ന് പറയുന്ന ഈ രൂപമാണ്, താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള രൂപവും നീല കണ്ണും ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പിയറൻസിലും ബോധധർമ്മനെ എല്ലാവരും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എംപറർ വു ബോധധർമ്മനെ വിളിച്ച് മുന്നേ നിർത്തിയിട്ട് ചോദിച്ചു, ഞാൻ ബുദ്ധമത വിശ്വാസത്തിന് വേണ്ടി അത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു, അപ്പോൾ എനിക്കെന്ത് മെറിറ്റാണുള്ളത്, ഞാൻ എത്രത്തോളം സൽക്കർമ്മങ്ങളാണ് ഞാൻ ചെയ്തത്? ബോധധർമ്മൻ അതിനോടുത്ത മറുപടി ഇതാണ്, നീ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും വലുതായിട്ട് നീ എന്താ പറയുക, ഇതിനൊന്നും നിനക്ക് ഒന്നും നീ ചെയ്ത അത്ര വലിയ സംഭവമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എന്ന്. ഒന്നുമില്ല, നത്തിങ്. ഇത് കേട്ടപ്പോൾ എംപററോ ഷടാ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇയാൾ ഇങ്ങനെ പറയുന്നത് കൊള്ളാമല്ലോ. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും ബോധധർമ്മൻ പറഞ്ഞു, നല്ല മനസ്സോടുകൂടി നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് സൽക്കർമ്മങ്ങൾ തന്നെയാണ്, അത് ഗുഡ് ഡീഡ്സ് തന്നെയാണ്. പക്ഷെ അതിൽ കാർമിക് ബെനിഫിറ്റ് സൽക്കർമ്മം എന്ന് വേണേൽ പറയാം, അല്ലാതെ അത് ഇത്ര ക്രെഡിറ്റ് പറയാൻ എന്താ ഇരിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, നിങ്ങളാരാ? എനിക്കറിയത്തില്ല രാജാവേ, ഐ ഡോണ്ട് നോ ഹു ഐ ആം എന്നാണ് ബൗദ്ധധർമ്മൻ കൊടുത്ത മറുപടി. അദ്ദേഹം നത്തിങ്നെസ്സിലുള്ള ആളായിരുന്നു, അതായത് ശൂന്യതയിലുള്ള ആളായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാവാതെ എംപറർ വു പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ബോധധർമ്മൻ ഒരു രാജകുമാരനും കൂടെ ആയതുകൊണ്ട് രാജതന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം വശമുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെ നിന്നാൽ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ബോധധർമ്മൻ ഒരു ചിരിയോടുകൂടി അവിടെ നിന്ന് മാറി ഹ്വാലൻ ടെമ്പിളിലേക്ക് പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അപ്പോൾ എന്താണ് ബോധധർമ്മൻ ഈ പറഞ്ഞ നത്തിങ്നെസ്, ശൂന്യത, അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു സന്ദർഭവും കൂടെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ബോധധർമ്മൻ ഒരു വലിയ സദസ്സ്, അതായത് ഒരു വലിയ ക്രൗഡിൽ എന്തെങ്കിലും പഠിപ്പിക്കാനായിട്ട്, ഇദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ബോധധർമ്മനെ ഇൻവൈറ്റ് ചെയ്തു. ഒന്നും മിണ്ടാതെ ബോധധർമ്മൻ അവിടെ പോയി ഈ സദസ്സിൻ്റെ മുന്നിലിരുന്നു. സദസ്സിലുള്ള എല്ലാ ആളുകളെയും ഒന്ന് നോക്കിയിട്ട് ബോധധർമ്മൻ അവിടെ ഇരുന്ന് ഒറ്റ ഇരിപ്പിലിരുന്നൊരു 5-6 മണിക്കൂർ അങ്ങോട്ട് മെഡിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു 4-5 മണിക്കൂർ ബോധധർമ്മൻ മെഡിറ്റേറ്റ് ചെയ്തിട്ട് കണ്ണു തുറന്ന് എല്ലാവരെയും ഇങ്ങനെ നോക്കി. എല്ലാവരും ഇങ്ങനെ വായും തുറന്ന് നിൽക്കുക. ഇയാൾ 3-4 മണിക്കൂർ 4-5 മണിക്കൂർ വന്നിരുന്ന് നമുക്ക് പഠിപ്പിക്കാനായിട്ടാണ് നമ്മൾ വിളിച്ചത്, ഇയാൾ ഇവിടെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് എന്തിനാണ് എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ബോധിധർമ്മൻ പതുക്കെ അവിടെ നിന്ന് എണീച്ചിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു വടിയും എടുത്ത് നടന്നങ്ങ് പോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് ബോധിധർമ്മൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായി. ബോധിധർമ്മൻ പല സ്ഥലങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്, ബുക്കിൽ എഴുതിയേക്കുന്ന സാധനങ്ങൾ വായിച്ച് വാക്കുകൾ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിയും താൻ എത്തി നിൽക്കുന്ന സ്റ്റേറ്റിലേക്ക് വാക്കുകളില്ലാതെ മനസ്സുകൊണ്ട് അവരെ എത്തിക്കുക, അതിലാണ് കാര്യം. ഇതറിയാവുന്നത് കൊണ്ട് തന്നെ, ഇത് ബോധധർമ്മൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി. ഇദ്ദേഹത്തിനുള്ള അറിവുകൾ മനസ്സിലാക്കാനായിട്ട് വായിക്കൂടെ വരുന്ന ഈ ഒരു വാക്കുകൾ കേൾക്കാനായിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇദ്ദേഹം ചെയ്തതുപോലെ കണ്ണടച്ച് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് ചെയ്യേണ്ടത്. ശ്വാസം ഫോക്കസ് ചെയ്ത് ചിന്തകളെ ഇല്ലാതെയാക്കി ശൂന്യത എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുക. ചിന്തകളുടെ ലെങ്ത്ത് മാറ്റുക, അതായത് ഡ്യൂറേഷൻ കുറയ്ക്കുക. അതായത് ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് നമ്മൾ പോകുന്നത് 1/2 സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ച് ഓരോ ചിന്തകളുടെയും ഡ്യൂറേഷൻ കൂട്ടണം. അതായത് ഒരു ചിന്ത കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞാണ് അടുത്ത ചിന്ത വരുന്നത്. ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്ത് ആ 1 സെക്കൻഡ് എന്നുള്ളത് 1 മിനിറ്റ് ആക്കണം, 1 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആക്കണം, 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കണം. അങ്ങനെ അകറ്റി ചിന്തകളില്ലാത്തൊരവസ്ഥ, മനസ്സില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക. മനസ്സെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്ത ശൂന്യതയിലേക്ക് എത്തിക്കുക, പൂജ്യനാക്കുക. ആ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ മനുഷ്യ സഹജമായിട്ടുള്ള ചിന്തകളും ആ ചിന്തകളിൽ നിന്നുള്ള ഇമോഷൻസും ഉണ്ടാകാതെയാവും. പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ഒരു സുഹൃത്തുമായിട്ട് നിങ്ങൾ അടികൂടുന്നു. ഈ സുഹൃത്ത് നിങ്ങളുടെ അടുത്ത് മിണ്ടാണ്ടാകുന്നു. നമ്മൾ ഇതിക്ക് ഇവൻ എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്തേ എന്നൊരു ചിന്ത. നമുക്കിതിന് 3 രീതിക്ക് റെസ്പോണ്ട് ചെയ്യാം. 1, ഈ സുഹൃത്ത് എന്തിന് നമ്മളോട് മിണ്ടാണ്ടായി എന്നും പറഞ്ഞ് ഈ സുഹൃത്തിനോട് ചെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇരുന്ന് ചിന്തിച്ച് വിഷമിക്കാം. 2, ഈ സുഹൃത്തിൻ്റെ പിന്നാലെ നടക്കാം, എൻ്റെ കൂടെ ഒന്ന് മിണ്ടെന്നും പറഞ്ഞ്. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. 3ാമത് ചെയ്ത കാര്യമാണ് നിൽക്കാനുള്ളതാണെങ്കിൽ നിൽക്കും, പോവാനുള്ളതാണെങ്കിൽ പോവും. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല ആ ഒരു സുഹൃത്ത്. ഇത് മനസ്സിലാക്കിയിട്ട് ചിന്തിച്ച് സുഹൃത്ത് മിണ്ടാണ്ടായപ്പോൾ എന്തിനിവൻ മിണ്ടാണ്ടായി എന്ന് ദേഷ്യത്തോടെ ചിന്തിച്ചപ്പോൾ ദേഷ്യം വരെയും, വിഷമത്തോടെ ചിന്തിച്ചപ്പോൾ വിഷമം വരെയും, കൂടുതൽ ചിന്തിച്ചപ്പോൾ നമുക്കൊരു വിലയില്ലാത്ത പോലെ തോന്നുകയും ചെയ്യുന്നതിൻ്റെ മൂല കാരണം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. എല്ലായിടത്തും കേൾക്കുന്നുണ്ട്, അവൻ കാരണം അല്ലെങ്കിൽ അവൾ കാരണം നീ എന്തിനു വിഷമിക്കണം. സത്യം പറഞ്ഞാൽ അവനോ അവളോ കാരണമല്ല നമ്മൾ വിഷമിക്കുന്നത്.
നമ്മൾ വിഷമിക്കുന്നത് നമ്മുടെ ചിന്തകൾ കാരണമാണ്. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നത്. അനാവശ്യമായിട്ടുള്ള ആ ഒരു ചിന്തയെ നമ്മൾ ഒഴിവാക്കിയാൽ അവിടെ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നില്ല. അവിടെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ആ സിറ്റുവേഷനെ മനസ്സിലാക്കും. ഓക്കെ, ഡീൽ വിത്ത് ഇറ്റ്, അതാ സിറ്റുവേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ബോധിധർമ്മൻ്റെ ആ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ചിന്തയ്ക്ക് അടിമപ്പെടുകയാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞൊരു സാധനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഈ ചിന്തകളായിരിക്കും പിന്നെ എല്ലാം നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചിന്തകൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇനി ആരെങ്കിലുമായിട്ട് വഴക്ക് കൂടുമ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോൾ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ ചിന്തിക്കാതെ അതിനങ്ങ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ ഭയങ്കരമായിട്ട് അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ കണക്റ്റഡ് ആണോ അവരുമായിട്ട്? നിങ്ങൾ കണക്റ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാതാകുമ്പോൾ അവർക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അറ്റൻഷൻ നിങ്ങളായിട്ട് എടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് സിമ്പിളായിട്ടുള്ള ആളുകളാണ് അവരിത്രയും കാലവും നമ്മുടെ കൺമുന്നിൽ സ്പെഷ്യലായിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇമോഷൻ കാരണമാണ്. അപ്പം നമ്മളാണ് അവർക്ക് പവർ കൊടുത്തുകൊണ്ടിരുന്നത്, നമ്മുടെ ചിന്തയാണ് പവർ കൊടുത്തുകൊണ്ടിരുന്നത്. സിമ്പിൾ ആസ് ദാറ്റ്. ആ ഒരു ചിന്തയുടെ ഡ്യൂറേഷൻ കൂട്ടി ചിന്തയില്ലാതെ മനസ്സില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചാൽ അപ്പോൾ ആ ഒരു സ്റ്റേറ്റിനെയാണ് ബോധിധർമ്മൻ ശൂന്യത എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് പലവരും പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാ ശൂന്യതയിലേക്ക് എത്തുമ്പോൾ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും എല്ലാത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനൊക്കെ കഴിയും. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് ബോധിധർമ്മൻ ആളുകളെ എത്തിക്കുന്നുണ്ട്. എങ്ങനെ? അവരെക്കൊണ്ട് തന്നെ ധ്യാനിപ്പിച്ചുകൊണ്ട്, അവരുടെ മുന്നിൽ ധ്യാനിച്ചിരുന്ന് മനസ്സിലാക്കിച്ചുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ബോധിധർമ്മൻ്റെ ആ ഒരു രീതി. പിന്നെ അധികകാലം ബോധിധർമ്മൻ സദേൺ ഏരിയയിൽ നിന്ന് കളിച്ചില്ല. കാരണം എന്താണ്? രാജാവിനെ വെറുപ്പിച്ചു. അത്രയും കാലം ഉണ്ടായിരുന്ന ബുദ്ധമതത്തിലുള്ള ആളുകളുടെ വിശ്വാസ രീതിയെ ബ്രേക്ക് ചെയ്തു. പുതിയ ചിന്താരീതികൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇനി അവിടെ നിന്നാൽ അതൊരു ഫൈറ്റിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ ബോധിധർമ്മൻ അവിടെ നിന്ന് നോർത്തേൺ സ്ഥലത്തേക്ക് പോയി. ഈ നോർത്തേൺ സ്ഥലത്ത് പോയപ്പോഴാണ് ഇദ്ദേഹം ഷാവലിനിലേക്ക് എത്തുന്നത്, ഷാവലിൻ ടെമ്പിളിലേക്ക്. ഇനി ഒരു കാര്യം അറിയോ? ഈ ഷാവലിൻ കുങ്ഫു മാത്രമല്ല, ഷാവലിൻ ടെമ്പിൾ തുടങ്ങിയതും ഒരു സൗത്ത് ഇന്ത്യനാണ്. ബുദ്ധഭദ്രൻ എന്ന പേരുള്ള ഒരു സൗത്ത് ഇന്ത്യൻ. ഇദ്ദേഹത്തിന് ധ്യാനഭദ്രൻ എന്നും ബാഠു എന്നും പല പേരുകളുണ്ട്. പക്ഷേ ബുദ്ധഭദ്രൻ എന്ന പേരുള്ള ഒരു സൗത്ത് ഇന്ത്യനാണ് ഷാവലിൻ ടെമ്പിൾ തുടക്കമിട്ടത്. അങ്ങനെ ഷാവലിൻ ടെമ്പിളിലേക്ക് എത്തിയ ബോധിധർമ്മൻ ഷാവലിൻ ടെമ്പിളിലേക്ക് കയറുന്നതിന് പകരം ഒരു ഗുഹയ്ക്കുള്ളിൽ പോയി തപസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ബോധിധർമ്മൻ്റെ ഈ ഒരു ധ്യാനം എന്ന് പറയുമ്പോൾ ചില്ലറ ധ്യാനമൊന്നുമല്ലായിരുന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു ചുമരം നോയിക്കൊണ്ട്, ഗുഹയുടെ ഒരു ചുമരം നോയിക്കൊണ്ട് 9 വർഷം ഒറ്റ ഇരിപ്പിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇരിപ്പിരുന്ന് ബോധിധർമ്മൻ ധ്യാനം ചെയ്ത ധ്യാനത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതായത് ഈ ഇരിപ്പ് ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ഇൻറ്റൻസിറ്റി കാരണം ചുമരിൽ ബോധിധർമ്മൻ്റെ ഷാഡോ ഇങ്ങനെ പതിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു നോട്ടം നോക്കിയിട്ട് ചുമരിലൊരു ദ്വാരം ഇങ്ങനെ ഉണ്ടായിപ്പോയെന്ന് പറയുന്നുണ്ട്, ആ ഇൻറ്റൻസിറ്റി കാരണം. നമുക്കതിലേക്കൊന്നും പോകണ്ട. അങ്ങനെ ഈ ഒരു ബുദ്ധസന്യാസികൾ വന്നിട്ട് ബോധിധർമ്മനോട് പറഞ്ഞു, ഷാവലിൻ ടെമ്പിളിലേക്ക് വരണം, അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റുന്നൊരു മുറി തയ്യാറാക്കിയിട്ടുണ്ട്, അവിടെ ഉറങ്ങാം, അവിടെ നമ്മുടെ കൂടെ കൂടാം എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനത്തോട് വിളിക്കുന്നത് കേട്ടിട്ട് ബോധിധർമ്മൻ കൂടെ പോയി, മിണ്ടാതെ ഉരിയാടാതെ ആ റൂമിൽ പോയി വീണ്ടും ഒരു മതിലിൻ്റെ മുമ്പിരുന്ന് അങ്ങ് ധ്യാനം തുടങ്ങി ആ റൂമിൽ. പിന്നീട് ഒരുപാട് പേര് ബോധിധർമ്മൻ്റെ മുന്നിൽ പോയിരുന്നു അറിവിന് വേണ്ടി. അങ്ങനെ ബോധിധർമ്മൻ പല സമയങ്ങളിലായി വ്യത്യസ്തമായിട്ടുള്ള രീതിക്കുള്ള ധ്യാനമാർഗങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതികൾ വളരെ എഫക്റ്റീവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന പല ആളുകളും ഇദ്ദേഹം ആ ഒരു എൻജോയ് ചെയ്യുന്ന ആ ഒരു ബ്ലിസ്, ആ ഒരു മെൻ്റൽ ഹാപ്പിനെസ് അതെല്ലാം എൻജോയ് ചെയ്ത് തുടങ്ങി. പക്ഷേ ബോധിധർമ്മൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇദ്ദേഹത്തിനെ പോലെ അവിടെ എല്ലാവർക്കും ഒരുപാട് നേരം ഇരുന്ന് ധ്യാനിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവരെ ഹെൽത്തൊക്കെ വളരെ മോശമാണ്. ചില ഷാവലിൻ ടെമ്പിളിലുള്ള ചില സന്യാസികളുടെ രൂപം എന്ന് പറയുമ്പോൾ തടിച്ചിട്ടാണ് ഇരിക്കുന്നത്, ചിലർ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ചിലരുടെ ബോഡി ഫ്ലെക്സിബിൾ അല്ല, ഒട്ടും ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ബോഡിയുടെ മൊബിലിറ്റി കൂട്ടാനും ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ബോഡി ഹെൽത്തി ആക്കാനും ഒക്കെ ആയിട്ട് ബോധിധർമ്മൻ ചില എക്സർസൈസുകൾ ക്രിയേറ്റ് ചെയ്തു. ഈ എക്സർസൈസുകൾ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം പഠിച്ച മാർഷൽ ആർട്സ് ഫോമുകളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മാർഷൽ ആർട്സുകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും, ഇന്ത്യക്കാരുൾപ്പെടെ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് കരാട്ടെ,
ടൈക്കൊണ്ടോ, ജൂജുത്സു, മുവായ് തായ്, നിഞ്ചുത്സു, അങ്ങനെ ഒരുപാട് വെസ്റ്റേൺ ഐക്കിഡോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചിന്തിക്കും. പിന്നെ ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിലിട്ടടിച്ച് MMA മിക്സഡ് മാർഷൽ ആർട്സ് ഈ ഒരു സംഭവമൊക്കെയാണ് ചിന്തിക്കുന്നത്. ബോക്സിങ് ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര പേര് ഇന്ത്യയിലെ മാർഷൽ ആർട്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? അപ്പോൾ എല്ലാവരും പറയും കളരിപ്പയറ്റ്. ശരിയാണ്, കളരിപ്പയറ്റുണ്ട്. ദ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ്. ഈ ലോകത്തിലുള്ള എല്ലാ അടിത്തട വിദ്യകളുടെയും അമ്മയാണ് കളരിപ്പയറ്റ് എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. ശരി തന്നെയാണ്. എന്നാൽ ഇത് മാത്രമല്ല, ബോധധർമ്മൻ വേറെയും മാർഷൽ ആർട്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായി കളരിപ്പയറ്റ് തന്നെയാണ്. കളരിപ്പയറ്റിൽ നല്ല നോളജ് ഉണ്ടായിരുന്നു ബോധധർമ്മന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സിലമ്പം അറിയായിരുന്നു. സിലമ്പം ഈ തമിഴ്നാട്ടിലുള്ള ഈ സ്റ്റാഫ് ഈ കമ്പ് വെച്ചിട്ടുള്ളൊരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് ഈ ഒരു സിലമ്പം. നല്ല രസമാണ് അത് കാണാൻ. അതിൽ ബോധധർമ്മൻ എക്സ്പേർട്ടായിരുന്നു. നമ്മൾ 7ാം അറിവ് സിനിമയിൽ ആ തടിക്കഷ്ണം കൊണ്ട് ബോധധർമ്മൻ ആ അമ്പുകളെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നതും അവിടെ വന്ന ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ടില്ലേ? ആ ഒരു വടി വെച്ച് ബോധധർമ്മൻ ചെയ്യുന്നത് സിലമ്പമാണ് സത്യം പറഞ്ഞാൽ. അതിൽ എക്സ്പേർട്ടായിരുന്നു ബോധധർമ്മൻ. അതുകൊണ്ടാണ് കയ്യിൽ ആ ഒരു സ്റ്റാഫുമായിട്ട് ബോധധർമ്മൻ നടന്നിരുന്നത്. എപ്പോഴും കയ്യിൽ ആ ഒരു വടി പിടിച്ചിരുന്നതിൻ്റെ കാര്യം ഈ ഒരു സിലമ്പത്തിലുള്ള ആ ഒരു എക്സ്പേർട്ടായിരുന്നത് കൂടെ കൊണ്ടാണ് അദ്ദേഹം അതും കൊണ്ട് നടന്നിരുന്നത്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ അത് ഉപയോഗിക്കാനും കൂടെ ആയിട്ട് തന്നെയാണ്. അപ്പോൾ സിലമ്പം അറിയായിരുന്നു. പിന്നെ മർമ്മം അറിയായിരുന്നു. ഈ മർമ്മത്തിൽ നിന്ന് പല ചികിത്സാ രീതികളും ചൈനയിലൊക്കെ വന്നിട്ടുണ്ട്. അത് ബോധധർമ്മൻ വഴി വന്നതാണെന്നും പറയുന്നുണ്ട്. പിന്നെ അടിമുറൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സ്റ്റൈലും അറിയായിരുന്നു. അടിമുറൈ വന്നിട്ട് ഈ ഒരു അടിതട വിദ്യയാണ്. അതൊരു സിനിമയിലൊക്കെ ധനുഷിൻ്റെ ഒരു സിനിമയിൽ ആ ഒരു ഫൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കളരിപ്പയറ്റ്, സിലമ്പം, അടിമുറൈ, മർമ്മം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഷാവലിൻ ടെമ്പിളിലുള്ള ആളുകൾക്ക് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സസൈസ് മെത്തേഡും ചില ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ടുള്ള മൂവ്മെൻറ്റ് മെത്തേഡുകളുമെല്ലാം ബോധധർമ്മൻ ക്രാഫ്റ്റ് ചെയ്തു. അവരെ അതെല്ലാം ബോധധർമ്മൻ പഠിപ്പിച്ചെടുത്തു. അങ്ങനെ ഷാവലിൻ ടെമ്പിളിലെ ഒരു റുട്ടീൻ പോലെയായി മാറി ആ മൂവ്മെൻറ്റ് പ്രാക്ടീസിങ്. ഇത് കാരണം എല്ലാവരുടെയും ശരീരം നല്ല സ്ട്രോങ് ആകുന്നുണ്ട്, ഫ്ലെക്സിബിൾ ആകുന്നുണ്ട്, അവരുടെ കനമെല്ലാം കുറയുന്നുണ്ട്, എഫക്റ്റീവായിട്ട് ബോഡി ഒതുങ്ങിക്കിട്ടുന്നു. അങ്ങനെ മണിക്കൂറുകൾ അവർക്കിരുന്ന് ധ്യാനിക്കാനൊക്കെ പറ്റിത്തുടങ്ങി. അതിൻ്റെ തുടക്കമിട്ടിരിക്കുന്നത് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പിന്നീടാണ് അടുത്തൊരു കാര്യം വരുന്നത്. ഈ ബുദ്ധസന്യാസിമാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവർ വയലൻസിനോടൊന്നും താല്പര്യമില്ലാതെ ശാന്തമായിട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല സ്വഭാവം മുതലെടുത്തിരുന്ന കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടായിരുന്നു. ഇവരൊരു സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പിടിച്ചു പറിക്കാനൊക്കെ ആളുകൾ വരുമ്പോഴും ആക്രമിക്കാൻ ആളുകൾ വരുമ്പോഴും എല്ലാം അവരെ ഡിഫെൻഡ് ചെയ്യണമല്ലോ. അതിനും ബോധധർമ്മൻ ഒരു മാർഗം കണ്ടു. ഇദ്ദേഹം പഠിച്ച കളരിപ്പയറ്റ്, സിലമ്പം, മർമ്മം, അതുപോലെ തന്നെ അടിമുറൈ, ഇതെല്ലാം കൂടെ ചേർത്ത് ഇദ്ദേഹം ഒരു അടിതട വിദ്യ രൂപീകരിച്ചെടുത്തു. ഇത് ഷാവലിനിലുള്ള അത്ര പേരെയും പഠിപ്പിച്ചെടുത്തു. ഇതായിരുന്നു ഷാവലിൻ കുങ്ഫുവിൻ്റെ തുടക്കം. ഈ ഷാവലിൻ കുങ്ഫുവിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർഷൽ ആർട്സ് ഫോമിൻ്റെ തുടക്കമിട്ടത് ബോധധർമ്മനാണ്. അങ്ങനെ ബോധധർമ്മൻ അവർക്ക് ഒരേ സമയം ധാമോയുമായി ബോധി മാസ്റ്ററുമായി. പിന്നെ ആളുകൾ ഈ അടിതട വിദ്യ പഠിക്കാനായിട്ട് ഷാവലിൻ ടെമ്പിളിലേക്ക് വന്നു തുടങ്ങി. ഷാവലിൻ ടെമ്പിളിലെ ആദ്യത്തെ ഷാവലിൻ മാസ്റ്ററായി ബോധധർമ്മൻ. സ്വയം ഡിഫെൻഡ് ചെയ്യാനും കൂടെ അറിയാവുന്ന ഒരു സന്യാസം എന്നുള്ള രീതിക്കൊക്കെയാണ് അദ്ദേഹം ഷാവലിൻ ടെമ്പിളിൽ ഇതെല്ലാം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനാവുകയും ചെയ്തു. പ്രശസ്തനായതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ബുദ്ധസന്യാസിമാർക്ക്, ഈ ബുദ്ധിസം പഠിപ്പിച്ചിരുന്ന മറ്റുള്ള ചൈനക്കാർക്ക് ബോധധർമ്മനോട് ദേഷ്യം തോന്നി തുടങ്ങി. അവർക്ക് ശിഷ്യരെ കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ശിഷ്യർ ബോധധർമ്മൻ്റെ അടുത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ പല തവണ ബോധധർമ്മനെ തട്ടിക്കളയാനായിട്ടുള്ള പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട്. 2 തവണ വിഷം കലക്കിയിട്ടുണ്ട് ബോധധർമ്മൻ്റെ ഭക്ഷണത്തിൽ. ഈ 2 സമയങ്ങളിലും ബോധധർമ്മൻ അത് മനസ്സിലാക്കി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. നേർക്ക് നേരെ വന്നാൽ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അടിച്ചൊടിച്ച് വിടുമെന്നറിയാം. പിന്നെ അത് മാത്രമല്ല, ആശാനൊരു പ്രശ്നം വന്നാൽ മുന്നിൽ കയറുതെന്ന് അടിക്കാൻ ശിഷ്യന്മാരും വേറെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടിക്ക് ആരും നിന്നിരുന്നില്ല. അപ്പോൾ മറ്റുള്ള അധ്യാപകരാണ്, മറ്റുള്ള സ്ഥലങ്ങളിലുള്ള അധ്യാപകരാണ് ഈ പരിപാടി കാണിക്കുന്നതെന്നും കൂടെ ആലോചിക്കണം. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം 3ാമത് ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഇപ്രാവശ്യം ഭക്ഷണത്തിൽ വിഷം ഉണ്ടായിരുന്നുള്ള കാര്യം ബോധധർമ്മൻ മനസ്സിലാക്കി സ്വയം അതങ്ങ് കഴിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം സമയമായി പോകാൻ. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ വെച്ച് ബോധധർമ്മൻ്റെ അവസാനമല്ലായിരുന്നു, ധാമോയുടെ തുടക്കമായിരുന്നു. പിന്നീട് ബോധധർമ്മൻ്റെ ടീച്ചിങ്സ്, ഈ ഒരു ധ്യാനമാർഗം ഉണ്ടല്ലോ ബോധധർമ്മൻ പഠിപ്പിച്ചിരുന്ന ധ്യാനം, ഈ ഷാവലിൻ ടെമ്പിളിലാണ് അത് ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്ന സംഭവത്തിന് ചൈനയിൽ ഛാൻ എന്നാണ് അർത്ഥം. ഈ ഛാൻ എന്ന് പറയുന്ന സംഭവം ജപ്പാനിലേക്ക് പോയപ്പോൾ സെന്നായി. അങ്ങനെയാണ് സെൻ ബുദ്ധിസം തുടങ്ങിയത്. അത് തുടക്കമിട്ടത് ബോധധർമ്മൻ.
അപ്പോൾ ഇദ്ദേഹം പിന്നീട് ഒരു ഐക്കണായി മാറുകയായിരുന്നു, ആളുകൾക്ക് ദൈവതുല്യനാവുകയായിരുന്നു. ഇദ്ദേഹം ആദ്യം വന്ന ഹുവാലിൻ ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ശില്പമെല്ലാം പണിതിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ദൈവതുല്യമായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി ടെമ്പിൾസ് ഉണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടി പ്രതിമകളൊക്കെ വെച്ച് ആളുകൾ ആരാധിക്കുന്നുണ്ട്. ഏഴാം മറവ് സിനിമയുടെ മുൻപ് കാണിച്ച സംഭവങ്ങളില്ലേ, അതൊക്കെ തന്നെയാണ്. അപ്പോൾ അത്രത്തോളം മനുഷ്യനായിരുന്ന ബോധധർമ്മന് സാധിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ബോധധർമ്മൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എഫക്റ്റും കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരിക്കൽ ഒരു ചൈനീസ് അധികാരി, രാജാവിന് കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അധികാരി, ഇദ്ദേഹം രാത്രി കാലത്ത് എങ്ങോട്ടോ നടന്നു പോവുമായിരുന്നു. നടന്നു പോയപ്പോൾ നല്ല പരിചയമുള്ള രൂപം, തലയിൽ കൂടെ സന്യാസിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ച് നീലക്കണ്ണുള്ള ഒരാൾ വടിയും കുത്തിപ്പോകുന്നു. അപ്പോൾ രൂപം കണ്ടപ്പോൾ മനസ്സിലായി ധാമോയാണ്. അപ്പോൾ ഇദ്ദേഹം ധാമോയെ കണ്ടിട്ട് ആ ധാമോ എന്ന് പറഞ്ഞ് അടുത്ത് നിന്നു. അപ്പോൾ ധാമോ ഇയാളെ കണ്ടുടനെ തന്നെ ചിരിച്ചപ്പോഴത്തേക്കും ഇയാൾ ശ്രദ്ധിച്ചു ബോധധർമ്മൻ്റെ കയ്യിലുള്ള സ്റ്റാഫ്, ആ തടിക്കഷ്ണത്തിൽ ഒരു ചെരുപ്പ് തൂക്കിയിട്ടേക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇതെന്താ ചെരുപ്പ്, ഇതിൽ ഒരു ചെരുപ്പ് തൂക്കിയിട്ടേക്കുന്ന പറഞ്ഞാൽ അത് പിന്നെ മനസ്സിലാവും, അത് ഷാവലിൻ ടെമ്പിളിൽ പോയി ചോദിച്ചാൽ മതി മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പോണേ? ദാമോ പറഞ്ഞു, എൻ്റെ ഇവിടുത്തെ കാര്യം കഴിഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുക, എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ എൻ്റെ നാട്ടിൽ പോയി എൻ്റെ കുടുംബക്കാരുടെ ബാക്കിയുള്ള ആളുകളെയൊക്കെ കാണാമല്ലോ. ഇപ്പോൾ ഈ സമയം ബോധധർമ്മന് 150 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ 150 വയസ്സായി ബോധധർമ്മൻ മരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇദ്ദേഹം നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനായിരിക്കും ധാമോ മാസ്റ്റർ എൻ്റെ അടുത്ത് ഷാവലിൻ ടെമ്പിളിൽ പോയി നോക്കാൻ പറഞ്ഞത്? അങ്ങനെ ഷാവലിൻ ടെമ്പിളിൽ പോയി. പറഞ്ഞ ഷാവലിൻ ടെമ്പിളിൽ ചെന്നിട്ട് ധാമോ മാസ്റ്ററെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ എത്ര അന്തം വിട്ട് പോയാൽ ചെയ്തേ. കാരണം ധാമോ മാസ്റ്റർ മരിച്ചിട്ട് 3 വർഷമായി. പറഞ്ഞ് ധാമോ മാസ്റ്റർ മരിച്ചിട്ട് 3 വർഷമായി, ഞാൻ അറിഞ്ഞില്ലല്ലോ. കാരണം എന്താണ്, അന്ന് സ്പീഡിൻ്റെ ന്യൂസുകൾ എത്താറില്ലല്ലോ. അപ്പോൾ ധാമോ മാസ്റ്ററിനെ ഞാൻ കണ്ടു, കയ്യിലൊരു വടിയുണ്ടായിരുന്നു, വടിയിൽ ഒരു ചെരുപ്പുണ്ടായിരുന്നു, മറ്റേ ചെരുപ്പ് അറിയണമെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും നോളജ് ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും അന്ന് ആ ഷാവലിൻ ടെമ്പിളിൻ്റെ ഹെഡായിരുന്ന ആൾ പറഞ്ഞു, ധാമോ മാസ്റ്ററെ എന്താ പറയുക അടക്കിയേക്കുന്ന സ്ഥലം, ആ കുഴി മാന്തി നോക്കാം നമുക്ക് എന്നും പറഞ്ഞ് ഇവർ ഈ കുഴി മാന്തി നോക്കി. അപ്പോൾ ഈ കുഴി മാന്തി നോക്കിയപ്പോഴത്തേക്ക് ഇവർ അത്ഭുതപ്പെട്ടു പോയത് അവിടെ ധാമോ മാസ്റ്ററുടെ ബോഡിയില്ല, ധാമോ മാസ്റ്ററിൻ്റെ ഒരു ചെരുപ്പേ ഉള്ളൂ. ആ ചെരുപ്പ് നേരത്തെ കണ്ട ചെരുപ്പിൻ്റെ പേർ. ഇത് ബോധധർമ്മൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു സൂപ്പർ നാച്ചുറൽ സ്റ്റോറിയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ബോധധർമ്മൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയി വിശ്വപ്രശസ്തനായി ഒരു വിശ്വാസ മേഖലയിൽ ഒരുപാട് അഴിച്ചുപണികൾ നടത്തി അവിടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തുടങ്ങി, ഒരു ആയോധന കല തുടങ്ങിയ, സർവോപരി മറ്റുള്ള ദേശങ്ങളിൽ ദൈവത്തെപ്പോലെ വാഴ്ത്തുന്ന ഒരു തമിഴ്നാട്ടുകാരൻ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ, നമ്മുടെ ഇന്ത്യക്കാരൻ്റെ കഥ. ബോധധർമ്മന് ഫാൻസ് കൂടിയത് ഏഴാം മറവ് സിനിമയ്ക്ക് ശേഷമാണ്. ഏഴാം മറവ് വളരെ നല്ലൊരു സിനിമയാണ് അല്ലേ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ്. മെയിനായിട്ട് ആ സിനിമയുടെ ആദ്യം ബോധധർമ്മനെ കാണിക്കുന്ന അത്ര സെക്ഷൻസും വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അപ്പോൾ ഈ ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.